നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു സൈനിങ് നടത്തിയിരുന്നു. യുവതാരമായ ഐസ്വാൾ എഫ് സിയുടെ യുവതാരമാണ് ഇപ്പോൾ 2027 വരെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സൈൻ ചെയ്ത വിവരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടത്. എന്തായാലും മിനിഞ്ഞാന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പല ക്ലൂകളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് നടത്താൻ പോകുന്നുവെന്നെല്ലാം കൊടുത്തു. അതിനുശേഷമായിരുന്നു ഇന്നലെ വൈകുന്നേരം കേരള ബ്ലാസ്റ്റേഴ്സ് ലാൽത്താൻ മാവിയ എന്ന് പറയുന്ന യുവതാരത്തിനെ 2027 വരെ സൈൻ ചെയ്തതായിട്ട് അറിയിച്ചത്. എന്തായാലും താരം മികച്ച രീതിയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന യുവതാരമാണ്. ചിറ്റപ്പുലി എന്നും അതേപോലെ മിന്നൽ മുരളി എന്ന ഒരു ചെറുനാമം ഇപ്പോൾ മലയാളി ആരാധകർ താരത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മറ്റൊരു സൈനിങ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ജോഷുവ സുറിറ്റോ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കഴിഞ്ഞ സീസൺ വന്നപ്പോൾ താരത്തിന് പരിക്ക് പറ്റിയ ഒരു മത്സരങ്ങൾ പോലും ISL കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം പല വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി ഇപ്പോൾ ജോഷുവനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. ഇപ്പോൾ ജോഷുവ സുറിറ്റോ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരിച്ചെത്തിയിരിക്കുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോഷുവ സുറിറ്റോ കാണും. വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ ക്യാപ്ഷനോടെ നമുക്ക് വൈകാതെ തന്നെ കാണാം. എന്തായാലും ജോഷുവ സുറിറ്റോയുടെ പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഗായ്സ്.